രാവിലെ എണീച്ചപ്പം വിചാരിച്ചു എന്താ ഉണ്ടാക്കേണ്ടത്. ഇങ്ങനെ കുറച്ച് നേരം ഇരുന്നതിന് ശേഷം വിചാരിച്ചു ആ ചപ്പാത്തി തന്നെ, മിക്കവാറും ചപ്പാത്തിയാണ് ഉണ്ടാക്കാറുള്ളത്, അപ്പോൾ ചപ്പാത്തി തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം ചപ്പാത്തി പരത്തി തവയിലോട്ടിട്ട് കൊടുത്തു. ഈ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കിയത് കണ്ടുപിടിച്ചതൊക്കെ ആരായില്ലേ? ഓ, കുഴയ്ക്കണം, ഉരുട്ടണം, പരത്തണം അല്ലേ? അപ്പോൾ അതിങ്ങനെ വെന്തോണ്ടേ ഇരിക്കുന്നു. തിരിച്ചും മറിച്ചിട്ട് കൊടുക്കുക. അപ്പം ഞാൻ അതിലേക്ക് കുറച്ച് നമ്മുടെ വെളിച്ചെണ്ണയാണ് തേച്ച് കൊടുക്കുന്നത്. ഒത്തിരിയൊന്നുമില്ല, കുറച്ചൊന്നും മേളിൽ കൂടെ ഒന്ന് ഒത്തിരി കടക്കായിട്ടിരിക്കാതിരിക്കാനെ കൊണ്ടൊന്ന് തൂത്ത് കൊടുക്കുന്നുണ്ട്. അത്രയേ ഉള്ളൂ കേട്ടോ. ഇപ്പം ചപ്പാത്തിയുടെ കൂട്ടത്തിൽ കഴിക്കാനായിട്ടൊന്നും മീൻസ് ബാജിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്താ കഴിക്കണ്ടേ? മാങ്ങ ഇരിപ്പുണ്ടായിരുന്നു. ആ മാങ്ങ അങ്ങോട്ട് ചെത്തി അങ്ങോട്ട് പൂളി വെച്ചു പ്ലേറ്റിലേക്ക്. അതിനൊപ്പം മീൻചാറുണ്ടായിരുന്നു. മീൻ കഷ്ണമൊക്കെ ആദ്യമേ തന്നെ തിന്ന് തീർത്തു. അപ്പോൾ അത് കൂട്ടി കഴിച്ചു കേട്ടോ. ചപ്പാത്തിയും മാങ്ങയും കൂടെ, പഴുത്ത മാങ്ങ നല്ല കോമ്പിനേഷനാണ്. നിങ്ങളൊന്ന് കഴിച്ചു നോക്കണേ, അടിപൊളി രുചിയാണ്. അത് കഴിഞ്ഞ് ഇന്നലെ വൈകിട്ട് നമ്മുടെ പച്ചമുളക്, കറിവേപ്പിലയൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ട് കഴുകി ഉണക്കി ഞാൻ പ്ലാസ്റ്റിക് കവറിലാക്കി ഒരു ടിഷ്യൂവും കൂടി ഇട്ട് വയ്ക്കുമേ. അപ്പോൾ അത് കുറച്ച് ദിവസം കേടാകാതിരിക്കും. അപ്പോൾ രാവിലെ തന്നെ വീട്ടിൽ നമ്മുടെ മീമാമ്മന്മാർ വന്നു. അയലയും മത്തിയാണ് ഞങ്ങൾക്ക് എപ്പോഴും കിട്ടുന്നൊരു മീനാണ് ഈ അയലയും മത്തിയും. എല്ലാവരും വിചാരിക്കും എന്നും ഈ അയലയും മത്തിയും ഉള്ളതെന്ന്. പക്ഷേ ഞങ്ങളുടെ അവിടെ കിട്ടുന്നത് ഈ ഒരു മീൻ മാത്രമാണ്. വലിയ മീനൊക്കെ കിട്ടണമെങ്കിൽ കുറേ ദൂരെ പോകണം. അപ്പോൾ അങ്ങനെ പോകാനൊന്നും പറ്റില്ല. അത് കാരണം ഇത് മേടിച്ചു. അപ്പോൾ ഞാൻ മത്തിയൊക്കെ കഴുകി വൃത്തിയാക്കി. അപ്പോൾ നമുക്ക് അരപ്പ് ഒക്കെ ഇട്ട് ഞാൻ കടുക് പൊട്ടിച്ച് ഞാനിങ്ങനെ മീൻ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്, മസാലയ്ക്കകത്തിലേക്ക്. അപ്പോൾ അത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടെ അതിൻ്റെ മുകളിലേക്ക് വിതറി. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ കുറച്ച് പച്ചമാങ്ങയും കൂടെ അതിലേക്ക് ഇട്ടേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് കഷ്ണമാക്കി പച്ചമാങ്ങയും കൂടെ ഇട്ട് കൊടുത്തു. എന്നിട്ട് അതിനെ നമുക്കൊന്ന് ഇതാക്കിയതിന് ശേഷം, ഇളക്കിയതിന് ശേഷം നമുക്ക് അടപ്പ് വെച്ച് അടച്ച് വേവിച്ചെടുക്കാം. ആ വേവുന്നതിൻ്റെ ഇടയ്ക്കുണ്ടല്ലോ, എനിക്കിതിന് ഈ മീനിന് കുറച്ച് പരിനീല കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ആ പരിനീലയും കൂടെ അതിലിടുവാണ്. ആദ്യമേ ഇടാത്ത എന്താണെന്നറിയാമോ? നമ്മുടെ ആ പരിനീല അതിനുള്ളിൽ നിന്ന് കുറേ വെന്ത് മെൽട്ടായിപ്പോൾ, അത് കാരണമാണ്. അപ്പോൾ അത് മീൻ വെന്തിട്ടുണ്ടെങ്കിൽ കുറച്ച് കറിവേപ്പില ഇട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് അടച്ച് വയ്ക്കുക. അപ്പം വേറെ കറി എന്താ ഉണ്ടാക്കണ്ടേ? ഞാൻ ചീരത്തണ്ട് എപ്പോഴും കളയുവാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ചീരത്തണ്ടും മാങ്ങയും ചക്കക്കുരുവും കൂടി ഇട്ടൊരു കറി വയ്ക്കാം. അപ്പോൾ ഞാൻ എപ്പോഴും ഈ ചീരയുടെ ഇല മാത്രം എടുക്കുള്ളൂ, ഈ സാധനം കളയുമായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കഴുകി ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്നത് നന്നായിട്ട് നീളത്തിൽ കട്ട് ചെയ്തെടുക്കുവാണ്. ഇങ്ങനെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ കേട്ടോ. അപ്പം ഞാനിത് നന്നായിട്ട് എല്ലാം അരിഞ്ഞ് ലാസ്റ്റ് എന്താ പറയുന്നത്, നമ്മുടെ കയ്യുറ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ, കൈമുറിയും. അത് കാരണം ഞാൻ ഫിംഗർ ക്യാപ്പ് ഇട്ടുകൊണ്ട് വന്നതാണ്. എന്നിട്ട് അത് നന്നായിട്ടെല്ലാം അരിഞ്ഞെടുത്തു. മാങ്ങയും ചെറിയ കഷ്ണമാക്കി വെച്ചു. നമുക്കിനി ആ ചക്കക്കുരുവും കൂടെ ചുരണ്ടി അതിലേക്ക് കട്ട് ചെയ്തിട്ട് ഇടാം. അതിനുശേഷം ആവശ്യമുള്ള വെള്ളം അതിലേക്ക് ഒഴിക്കുക. കുറച്ച് മഞ്ഞൾ പൊടി വിതറുക. അത് കഴിഞ്ഞ് കുറച്ച് ഉപ്പ് വിതറുക. ഗ്യാസിലേക്ക് കയറ്റി വയ്ക്കുക. അപ്പോൾ അത് അവിടെ ഇരുന്ന് വേകും. അപ്പോഴേക്കും നമുക്കതിന് വേണ്ടി തേങ്ങ എടുത്തിട്ട് അരയ്ക്കാം. തേങ്ങ എടുത്തു, കുറച്ച് മഞ്ഞളിട്ടു, കുറച്ച് ജീരകമിട്ടു, ഒരു തെളി നമ്മുടെ വെളുത്തുള്ളി ഇട്ടു. അത് കഴിഞ്ഞ് കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് നമുക്കിതിനെ നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വരാം. അതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു ചായ കുടിക്കണമെന്ന് തോന്നി. അപ്പം ഞാനൊരു ചായ ഇട്ടു. ചായ കുടിച്ചുകൊണ്ട് ജോലി ചെയ്യാം. അപ്പോഴേക്കും നമ്മളുടെ ചീരത്തണ്ട് ഒരുമാതിരി വെന്തിട്ടുണ്ട്. ഞാൻ ആ ചക്കക്കുരു ഒന്ന് വെന്തോന്ന് നോക്കിയതാണ്. വെന്തിട്ടുണ്ട്, കുഴപ്പമില്ല. അരച്ചുകൊണ്ട് വന്ന തേങ്ങ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തു. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത്, ഉപ്പ് നേരത്തെ ഇട്ടായിരുന്നു, അപ്പം വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ട് എടുത്ത് ചെറിയ രീതിയിൽ അതിനെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. ആ തിളയ്ക്കുന്ന സമയത്ത് നമുക്ക് അതിന് വേണ്ടിയ കടുക് പൊട്ടിക്കേണ്ടിയ
സാധനങ്ങളെടുക്കുക. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ തവ എടുത്തിട്ട് ഗ്യാസിൽ വെച്ചു. ഗ്യാസിൽ വെച്ചതിന് ശേഷം ഞാൻ കുറച്ച് പച്ച വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തേ. പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് എണ്ണ ഇടയ്ക്കിടയ്ക്ക് നമ്മൾക്ക് ഈ കറിയൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. അങ്ങനെ ഒത്തിരി തിളച്ച് മറിഞ്ഞു കഴിഞ്ഞാൽ അത് കൊള്ളില്ല. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുകിട്ട് പൊട്ടി. അപ്പോൾ നമ്മളുടെ മുളക് ഇട്ട് കൊടുത്ത് നമ്മളുടെ കടുക് പൊട്ടിച്ചത് അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. അപ്പം ഞാൻ ഊണ് കഴിക്കാനായിട്ട് പോവാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഇതുപോലെയൊന്ന് ഉണ്ടാക്കി നോക്കണം. ചീരത്തണ്ട് സ്പെഷ്യൽ കറി കേട്ടോ. ബൈ.